ഇപ്പോൾ ലോറൻസ് അനുസ്മരണ പരിപാടി യോഗം കൂടി അപ്പുറത്ത് നടക്കുകയാണ്. CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ MA ബേബിയാണ് സംസാരിക്കുന്നത്. ലോറൻസിനെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അല്പം മുൻപുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ആശാ ലോറൻസ് വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. വലിയ നാടകീയതയാണ് അവിടെ ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ആശാ ലോറൻസും മകനും അവിടെ പ്രതിഷേധിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. ആശയ്ക്ക് പിറകിൽ RSSകാരാണ്, ഗൂഢാലോചനയുണ്ട് എന്നാണ് ലോറൻസിൻ്റെ മകൻ സജീവ് നേരത്തെ റിപ്പോർട്ടറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഏതായാലും കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നു. മോർച്ചറിയിലേക്ക് മാറ്റുകയാണ് മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കും. അനാട്ടമി നിയമപ്രകാരം മെഡിക്കൽ കോളേജിന് ഒരു അന്തിമ തീരുമാനമെടുക്കാം. അധികൃതർ ഉദ്യോഗസ്ഥർ ഈ സമ്മതപത്രം ഉൾപ്പെടെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ആശയുടെ ഭാഗവും കേട്ടതിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനമെടുക്കുക. മതാചാരപ്രകാരം സംസ്കാരം നടത്തണമെന്നതാണ് ആശാ ലോറൻസിൻ്റെ ആവശ്യം. ശ്യാം ദേവരാജുണ്ട്. ശ്യാമ, കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട് മെഡിക്കൽ കോളേജിന് തീരുമാനമെടുക്കാം, പക്ഷേ തുടർന്നുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കണം? ഹൈക്കോടതി ഇതിൽ വ്യക്തമാക്കിയ ഒരു കാര്യം, അതായത് ഒരു മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകിയാലും മെഡിക്കൽ കോളേജ് അതിൻ്റെ പഠനാവശ്യങ്ങൾക്കായി എത്രയും വേഗം ഉപയോഗിക്കുന്ന പതിവില്ല. നാളുകൾക്ക് ശേഷമായിരിക്കാം ഒരുപക്ഷെ അവർ മോർച്ചറിയിൽ സൂക്ഷിച്ചതിന് ശേഷം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കണം. ലോറൻസിൻ്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കണം എന്ന കാര്യമാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. മോർച്ചറി എന്നത് അനാട്ടമി വിഭാഗത്തിൻ്റെ കീഴിലാണ്. മാത്രമല്ല ഈ നേരത്തെ തന്നെ ആശാ ലോറൻസ് അനാട്ടമി വിഭാഗം മേധാവിക്ക്, കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അനാട്ടമി വിഭാഗം മേധാവിക്ക് ഒരു അപേക്ഷ നൽകിയിരുന്നു. ഈ മൃതദേഹം വിട്ടു നൽകുന്നതിന് എതിർപ്പ് അറിയിച്ചാണ് പരാതി നൽകിയിരുന്നത്. ഈ പരാതി പരിശോധിച്ച് തീരുമാനമെടുക്കണം എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നൽകിയിരിക്കുന്നത്. ആ പരാതി അനാട്ടമി വിഭാഗം മേധാവി പരിശോധിക്കുമ്പോൾ ആശയുടെ എതിർപ്പിനൊപ്പം മറ്റ് 2 മക്കൾ നൽകിയ സമ്മതപത്രമുണ്ട്, സത്യവാങ്മൂലമുണ്ട്. ആ സമ്മതപത്രം കൂടി പരിഗണിച്ചതിന് ശേഷം വേണം തീരുമാനമെടുക്കുന്നത് അനാട്ടമി നിയമം, കേരള അനാട്ടമി നിയമം അനുസരിച്ചാവണം തീരുമാനമെടുക്കുന്നത് എന്ന കാര്യവും കൂടിയാണ് ഹൈക്കോടതി ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെ അനാട്ടമി വിഭാഗം തീരുമാനമെടുക്കുന്നത് ആശയുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം എന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണ് ജസ്റ്റിസ് BG അരുൺ ആശാ ലോറൻസ് നൽകിയ ഹർജി തീർപ്പാക്കിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത് സ്റ്റേറ്റ് അറ്റോർണിയാണ്. സ്റ്റേറ്റ് അറ്റോർണി ഹാജരായി ഇങ്ങനെ 2 സമ്മതപത്രം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്, മെഡിക്കൽ കോളേജിന് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയിച്ചു. 2 മക്കളായ ML സജീവനും ഒപ്പം സുജാത ബോബനും വേണ്ടി ഇങ്ങനെ ഒരു ഹർജി രണ്ടുപേരും സത്യവാങ്മൂലം മുതിർന്ന അഭിഭാഷകനെ കൊണ്ട് തന്നെ അക്കാര്യം ഹൈക്കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. അങ്ങനെ അവതരിപ്പിച്ചത് ഞങ്ങൾ 2 പേരും സമ്മതപത്രം നൽകിയിട്ടുണ്ട്. അച്ഛൻ ലോറൻസ് നേരത്തെ തന്നെ ഞങ്ങളോട് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അനുമതി നൽകിയത്, സമ്മതപത്രം നൽകിയത് എന്ന കാര്യമാണ് ലോറൻസിൻ്റെ മക്കളായ ML സജീവനും ഒപ്പം സുജാത ബോബനും ഹൈക്കോടതി അറിയിച്ചത്. നേരത്തെ ആദ്യം ലോറൻസിൻ്റെ മകളായ ആശാ ലോറൻസ് നേരത്തെ അനാട്ടമി വിഭാഗം മേധാവിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അധികൃതർക്ക് ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ തീരുമാനമെടുക്കാൻ വൈകിയതുകൊണ്ടാണ് ആശാ ലോറൻസ് അടിയന്തരമായി തൻ്റെ ആവശ്യം പരിഗണിക്കണം, ലോറൻസിൻ്റെ മൃതദേഹം അനാട്ടമി വിഭാഗത്തിന് കൈമാറിയ ആ നടപടി റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടു, അത് തടയണം എന്നാവശ്യപ്പെട്ടും ആശാ ലോറൻസ് ഹൈക്കോടതിയെ സമീപിച്ചതും അതിൽ ജസ്റ്റിസ് BG അരുൺ ആ ഹർജി തീർപ്പാക്കി ഇത്തരമൊരു നിലപാടെടുത്തത്. ഉത്തരവനുസരിച്ച് ആ ഹർജി തീർപ്പാക്കിയ ഉത്തരവനുസരിച്ച് ലോറൻസിൻ്റെ മൃതദേഹം സൂക്ഷിക്കേണ്ടത് കളമശ്ശേരി മെഡിക്കൽ. ശരി, അത് തന്നെയാണ്, വ്യക്തമാണ് ശ്യാം ദേവരാജ്. അനാട്ടമി നിയമപ്രകാരമാണ് ഇനി അടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അല്പം മുൻപുള്ളതാണ്.
CPM മുർദാബാദ് എന്ന് ആശാ ലോറൻസ് മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കാമായിരുന്നു. പക്ഷേ പ്രവർത്തകർ അതിനേക്കാൾ ഉച്ചത്തിൽ ഇൻകുലാബ് വിളിക്കുന്നത് നമ്മൾ കേട്ടു. അലമീൻ തുടരുന്നുണ്ട്. അലമീൻ തീർത്തും നാടകീയത നിറഞ്ഞ രംഗങ്ങളാണ്. ധീരസഖാവിന് അന്തിമോപചാരം അർപ്പിക്കാൻ നൂറുകണക്കിന് പ്രവർത്തകരാണ് അവിടെ എത്തിയത്. നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. മന്ത്രി പി രാജീവ്, EP ജയരാജൻ, MA ബേബി തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ എല്ലാം സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിൽ നാടകീയമായ രംഗങ്ങൾ. ഒടുവിൽ ആശയെ ബലം പ്രയോഗിച്ചു മാറ്റുകയായിരുന്നു അല്ലേ? അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. വനിതാ പാർട്ടി നേതാക്കൾ അത് പല തലമുറയിലുള്ള നേതാക്കളൊക്കെ മുൻനിരയിലുണ്ടായിരുന്നു, വേദിയിലുണ്ടായിരുന്നു. നിരവധി പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവർക്കിടയിലാണ് ആശ ഇത്തരത്തിലൊരു നാടകീയത സൃഷ്ടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചത്. അപ്പോൾ വേദിയിലുണ്ടായിരുന്ന വനിതാ പ്രവർത്തകർ കൂടി മൃതദേഹത്തിനടുക്കലേക്ക് വന്ന് അവരും പുട്ടുമാറുച്ചത്തിൽ സിന്ദാബാദ് വിളിക്കുകയും പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം മുടക്കുകയും ചെയ്തതാണ് നമ്മൾ കണ്ടത്. ആശയും മകനും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ വനിതാ പ്രവർത്തകരെ ഇറക്കി തന്നെയാണ് അതിനെ പ്രതിരോധിച്ചതും, അല്ലെങ്കിൽ വനിതാ പ്രവർത്തകർ ഇറങ്ങി തന്നെയാണ് അതിന് പ്രതിരോധം തീർത്തതും. അങ്ങനെ ഒരു ബലാബല പരീക്ഷണത്തിന്റെ വേദി കൂടിയായി മാറി എന്നുള്ളതാണ് ഈ MM ലോറൻസിന്റെ പൊതുദർശനത്തിന്റെ അവസാന മണിക്കൂറുകൾ എന്നുള്ളതാണ് ഏറെ പ്രധാനം. അവസാനം വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഇടപെട്ട്, ഒപ്പം വനിതാ പോലീസ് ഉൾപ്പെടെ ഇടപെട്ട് ആശയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് അവർ നിലത്ത് വീണുകൊണ്ട് കരഞ്ഞതും നിലവിളിച്ചതും അലമുറയിട്ടതും. പക്ഷേ അത് വീണതല്ല, തള്ളിയിട്ടതാണെന്നൊരു ആരോപണം പിന്നീട് അവർ ഉന്നയിക്കുന്നു. അങ്ങനെ തികച്ചും നാടകീയമായ ഒരു രംഗം തന്നെയാണ് കണ്ടത്. CPMന്റെ റെഡ് വോളണ്ടിയർമാർ തള്ളിയിടുകയായിരുന്നു എന്നുള്ളതാണ് മകൻ പറഞ്ഞത്. പിന്നീട് ആശ ഇതിനിടയിൽ മകനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അതായത് ഈ മൃതദേഹം കൊണ്ടുപോയി കഴിഞ്ഞു, അപ്പോൾ തടയാം അല്ലെങ്കിൽ പോകില്ല എന്ന് ഉറപ്പ് നൽകി കൂടെ വന്നിട്ട് എന്തുകൊണ്ട് പിടിച്ചു നിർത്താനായില്ല എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നൊരു കാഴ്ച. അതായത് മൃതദേഹം വിട്ടുകൊടുക്കില്ല ആശുപത്രിക്ക്, പാർട്ടി തീരുമാനപ്രകാരം അല്ലെങ്കിൽ ഇപ്പോൾ തീരുമാനിച്ചതുപോലെ ആശുപത്രിക്കായി വിട്ടുകൊടുക്കില്ല, അത് അമ്മയോടൊപ്പം മതാചാര പ്രകാരം പള്ളിയിൽ തന്നെ അടക്കം ചെയ്യണമെന്നതായിരുന്നു അവരുടെ ആവശ്യം. അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയതും. പക്ഷേ അത് ആ രീതിയിൽ പ്രതിരോധിക്കാനോ തടയാനോ നടപ്പാക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളത് ആണ് ഒടുവിൽ കണ്ടത്. ഏതായാലും വലിയ തരത്തിലുള്ള നാടകീയത നമ്മളിവിടെ കണ്ടു. ഒരു ബലപ്രയോഗത്തിന്റെ സാഹചര്യവും സാധ്യതകളും ഒക്കെ നമ്മൾ കാണുകയും ചെയ്തു. പിന്നീടാണ് മറ്റുള്ളവർ, ഒപ്പമുണ്ടായിരുന്ന മകൻ ഉൾപ്പെടെയുള്ളവർ താങ്ങിയെടുത്ത് ആശയെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയും ആ വേദിയിൽ ഇപ്പോൾ അനുശോചന സമ്മേളനം നടക്കുകയും ചെയ്യുന്നു. മുതിർന്ന നേതാക്കളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യം MA ബേബിയാണ് ആദ്യം സംസാരിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ പാർട്ടി നേതാക്കളുടെ മൃതദേഹം ആശുപത്രിക്ക് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കുന്നതിന്റെ പ്രാധാന്യം ഉൾപ്പെടെ സൂചിപ്പിച്ചു. സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഉൾപ്പെടെ കൊടുത്ത പാരമ്പര്യമൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് MA ബേബി ഉൾപ്പെടെ സംസാരിച്ചത്. പക്ഷേ ആശയെ വിമർശിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു നടപടിയെ വിമർശിക്കുന്ന ഒരു നിലപാടിലേക്ക് പാർട്ടിയുടെ നിലപാട് അക്കാര്യത്തിൽ വ്യക്തവുമാണ്. അല്ലമീൻ, ഇത് മക്കൾ തമ്മിലുള്ള കാര്യമാണ്, കുടുംബം തീരുമാനിക്കട്ടെ എന്നത് തന്നെയാണ് പാർട്ടി നിലപാട്. CN മോഹനൻ, CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ അത് വ്യക്തമാക്കിയതുകൊണ്ട് ഞാൻ അഞ്ജലി ശ്രീജിതരാജിലേക്ക് അത് പോവുകയാണ്. അഞ്ജലി കളമശ്ശേരി മെഡിക്കൽ കോളേജിലുണ്ട്. അഞ്ജലി, ഇപ്പോൾ മൃതദേഹം അവിടെ എത്തിച്ചിട്ടുണ്ടോ? തുടർ നടപടികൾ എന്താണ്? മൃതദേഹം അല്പസമയത്തിനകം മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയുള്ളൂ വിനീത. ഇപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അകത്തേക്ക് മോർച്ചറിയിലേക്ക് കയറി ജീവനക്കാരുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാണ്. MM ലോറൻസിന് മൃതദേഹം എത്തിയാൽ ഉടൻ തന്നെ മോർച്ചറിയിലേക്ക് സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും, സൂപ്രണ്ട് ഇതുവരെയും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം വന്നാലാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായിരിക്കും ഇവരുടെ തീരുമാനം എന്നുള്ളതെല്ലാം അതിനുശേഷമാണ് നമുക്കറിയാൻ കഴിയുക. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരെല്ലാം MM ലോറൻസിന് മൃതദേഹം ഏറ്റുവാങ്ങുവാനായി തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ എത്തി ജീവനക്കാരുമായിട്ടെല്ലാം ചർച്ച നടത്തി. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ആശുപത്രിയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വിനീത. ശരി, അഞ്ജലി ശ്രീജിതരാജ് അവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തുടരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം അവിടെ എത്തിക്കും. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ് നേരത്തെ ഉള്ള ആശാ ലോറൻസിന്റെ പ്രതിഷേധം ഉൾപ്പെടെ. ഏതായാലും മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷം അനാട്ടമി നിയമപ്രകാരം മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെയായിരിക്കും ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. ആശാ ലോറൻസിന്റെയും മറ്റുള്ളവരുടെയും ഭാഗം കൂടി കേട്ട ശേഷമായിരിക്കും ഇതിൽ തീരുമാനമുണ്ടാകുക. നമുക്ക് തിരിച്ചെത്തണം.